ഡോക്ടർ നോക്കൂ, ഇതിനകത്ത് വ്യക്തതക്കുറവ് ആർക്കും വേണ്ട. ലോക്പാൽ അങ്ങനെ ലോകായുക്ത അങ്ങനെ തന്നെയുണ്ട് അല്ലേ? ലോകായുക്ത കേസ് പരിഗണിക്കുകയും അക്കാര്യത്തിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയും ചെയ്താൽ പിന്നീടുള്ള അപ്പീൽ അതോറിറ്റിയാണ്, അക്കാര്യത്തിലാണ് നമുക്ക് സംശയം. നോക്കൂ, കേരളത്തിൽ ഒരു ജഡ്ജ്മെൻറ്റിൽ മന്ത്രിക്കെതിരെ പരാമർശമുണ്ടായാൽ രാജിവെച്ചു പോകുന്ന കീഴ്വഴക്കമുള്ള സംസ്ഥാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകായുക്ത ഒരു മന്ത്രി കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പീൽ അതോറിറ്റിക്കൊന്നും ആരും കാത്തു നിൽക്കേണ്ടി വരില്ല. കേരള ജനത അതൊന്നും വെച്ചു പൊറുപ്പിക്കില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, സ്മൃതിയുടെ അഭിപ്രായം പറയൂ. അതായത് ഒരു മന്ത്രി കുറ്റം ചെയ്തു എന്ന് കണ്ടാൽ, ആ മന്ത്രി കുറ്റം ചെയ്തു എന്ന് കണ്ടാൽ അതിന്റെ അപ്പീൽ അതോറിറ്റി ഒരു റിട്ടയർഡ് ജഡ്ജിയാണോ? ലോകായുക്തയ്ക്ക് മുകളിൽ ഹൈക്കോടതിയിലേക്ക് പോകാം. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് അക്കാര്യത്തിൽ നമുക്ക് തർക്കമുണ്ടാകാം. ലോകായുക്തയുടെ അപ്പീൽ അതോറിറ്റി ഹൈക്കോടതിയാണ്, അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് മുകളിൽ സുപ്രീം കോടതി ഇല്ലേ? അപ്പോൾ സുപ്രീം കോടതിയാണ് നമ്മുടെ മന്ത്രിമാരുടെ ഒക്കെ തന്നെയും രാജി തീരുമാനിക്കേണ്ടത്. രാജി തീരുമാനിക്കേണ്ടത് എന്നാണ്. ഏത് കാര്യത്തിലാണ് രാജി? അഴിമതിയുമായി ബന്ധപ്പെട്ട കണ്ടെത്തലാണ്. അതാ പറയുന്നത്. അതായത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമ്മുടെ ജനപ്രതിനിധിയുടെ രാജി തീരുമാനിക്കേണ്ടത് ഒരു ലോകായുക്ത പോലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിന്റെ അപ്പീൽ അതോറിറ്റി ഹൈക്കോടതിയാണ്. അങ്ങനെ ഒരു വാദം ഭരണഘടനയെ കൂട്ടുപിടിക്കുമ്പോൾ അഴിമതിക്കാരെന്ന് കണ്ടെത്തിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവിടെ തുടരണമെന്നാണോ പറയുന്നത്? അല്ലെങ്കിൽ അത് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവർ തന്നെ എന്ന് വരുന്നത് എങ്ങനെയാണ് ഭരണഘടനാപരമായി സാധൂകരിക്കുക? നോക്കും, ഭരണഘടനാപരമായി സാധൂകരിക്കാൻ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഭരണഘടന മാറ്റി എഴുതണം. നോക്കൂ, ഇങ്ങനെയാണ് വേണ്ടത് എന്നത് സംബന്ധിച്ച് 28 സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും ഇല്ലാത്ത ഒരു നിയമം കേരളം പിന്നെ എന്തിനാണ്? അതെ, അപ്പൊ നമ്മളെ എല്ലാ നിയമങ്ങളും എങ്ങനെയാണ് കാലാനുസൃതം എന്ന് പറയുന്നത്? കാലാനുസൃതം കോഴ്സിലിടണം. ആ കാലാനുസൃതം എന്ന് പറയുന്നത് ഏത് ഘട്ടത്തിലാണ്? ഈ കാര്യത്തിനകത്ത് എനിക്ക് ഒരു വാദമുണ്ടാകാം, സ്മൃതി വേറൊരു വാദമുണ്ട്. ഈ പാനലിൽ ഇരിക്കുന്ന വ്യത്യസ്തമായ വാദങ്ങൾ ഉണ്ടാകാം. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വാദത്തിലല്ല ഇന്നത്തെ ആശങ്ക എന്ന് പറയുന്നത്. നോക്കൂ, എങ്ങനെയാണോ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ രാഷ്ട്രീയം കളിച്ചത്, അത് രാഷ്ട്രപതി ഭവനിൽ നിന്ന് കളിക്കപ്പെടുകയാണ് വീണ്ടും. അതിന്റെ ഒരു ആവർത്തനം ലോകായുക്തയുടെ കാര്യത്തിൽ ശരിയാണെന്ന് പറയുന്നതോ? ഇല്ല, ആര് പറഞ്ഞു ലോകായുക്തയുടെ കാര്യത്തിൽ ശരി? കേരള സർക്കാർ പറയുമായിരിക്കും. കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമം, നിയമസഭയിൽ പാസ്സാക്കിയെടുത്തിട്ടുള്ള ഒരു നിയമം, അത് ജനാധിപത്യം വിജയിച്ചു, അല്ലെങ്കിൽ ഞങ്ങളുടെ വാദമായിരുന്നു ശരിയെന്ന് കേരള സർക്കാർ. അത് ഞാനിവിടെ ഇരുന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഗവർണർ ഇവിടെ കളിക്കുന്ന രാഷ്ട്രീയ കളി രാഷ്ട്രപതി ഭവനെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരും കളിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആശങ്കാജനകമായ കാര്യം. അക്കാര്യത്തിൽ നേരത്തെ സുപ്രീം കോടതിയിൽ പോയതുപോലെ, സുപ്രീം കോടതിയിൽ ഈ വിഷയം ഉന്നയിച്ചതുപോലെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഒരു ടെസ്റ്റ് കേസ് എന്നുള്ള നിലയിൽ രാഷ്ട്രപതി ഇങ്ങനെ ഒരു കാര്യം തീരുമാനമെടുക്കുമ്പോൾ അത് സ്പീക്കിംഗ് ഓർഡർ ആയിരിക്കണം. കാരണം ഞാൻ എന്ന വോട്ടർക്കും അതുപോലെ തന്നെ കേരള നിയമസഭയ്ക്കും ഏത് തരത്തിലാണ്, എന്ത് കാരണത്താലാണ് രാഷ്ട്രപതി ഈ അസന്റ് നിർത്തിവെച്ചിരിക്കുന്നത്, വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വിത്ത്ഹെൽഡ് ചെയ്തിരിക്കുന്നത് എന്ന് അറിയാനുള്ള അവകാശമുണ്ട്. ഒരു മിനിറ്റ് വിത്ത്ഹെൽ ചെയ്ത കാര്യത്തിൽ മാത്രം വോട്ടർമാരുടെ അവകാശത്തെക്കുറിച്ച് താങ്കൾ വാചാലനാകുകയും മറ്റേ ലോകായുക്തവുമായി ബന്ധപ്പെട്ട ഭേദഗതിയിൽ അങ്ങനെയല്ല എന്ന് പറയും. രണ്ടിലും രാഷ്ട്രപതി ഒപ്പിടുമ്പോൾ രണ്ടിലും താല്പര്യം ഉണ്ടാകുമല്ലോ. അപ്പോൾ ഒരു കാര്യത്തിൽ മാത്രം കേന്ദ്രത്തിന്റെ താല്പര്യം, അപ്പുറത്ത് കേന്ദ്രത്തിന്റെ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അത് വിശദീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സ്മൃതി, ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് ഈ പറയുന്ന ലോകായുക്ത ബില്ലിന്റെ കാര്യത്തിനകത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന ചാൻസലറുടെ കാര്യത്തിനകത്തോ ഒന്നും ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങോട്ടേക്ക് അയക്കേണ്ട ബില്ലല്ല. അത് ആദ്യം മനസ്സിലാക്കൂ. അതായത് ഈ പറയുന്ന ബില്ലുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നയാൾ രാഷ്ട്രപതി ഭവനെ അയച്ചിരിക്കുന്നത് ആ ബില്ലിൽ വേറൊരു തനിക്ക് സാധ്യമാകാത്ത രാഷ്ട്രീയ തീരുമാനം, അന്തിമമായ രാഷ്ട്രീയ തീരുമാനം രാഷ്ട്രപതി ഭവനെ കൊണ്ട്, കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് എടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എനിക്കിപ്പോൾ ലോകായുക്ത ബില്ലില് രാഷ്ട്രപതി അംഗീകാരം നന്നതിനെ കുറിച്ച് എനിക്കൊരു ആവേശമില്ല. എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാനില്ല. പക്ഷേ എല്ലാ കാര്യത്തിലും തീരുമാനമെടുത്ത് രാഷ്ട്രപതി ആവുകയും ഒരു കാര്യത്തിൽ സർക്കാരിന് അനുകൂലമാവുകയും ചെയ്യുമ്പോൾ അത് എങ്ങനെ വിശദീകരിക്കുമെന്നുള്ള പ്രശ്നം കൂട്ടിക്കുഴക്കല്ലേ? കൃത്യമാണ്. ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന ബില്ലുകളൊന്നും തന്നെ രാഷ്ട്രപതിക്ക് അയക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നമ്മുടെ ചട്ടം പറയുന്നത് അങ്ങനെയാണ്. ചട്ടം തീരുമാനമെടുത്തില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാമെന്നാണല്ലോ.
സുപ്രീം കോടതി തന്നെ പറഞ്ഞത് അതാണല്ലോ. നിങ്ങൾക്ക് എന്താ പറ്റിയ സുപ്രീം കോടതിയിൽ രാഷ്ട്രപതിക്ക് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഭരണഘടനയിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിരിക്കുന്നു രാഷ്ട്രപതിക്ക് ഉടൻ അയക്കേണ്ട തീരുമാനം ബില്ലുകൾ എടുക്കണമെന്നാണ്. ഏതൊക്കെ തരത്തിലുള്ളതാണ് എന്ന്. ആ തരത്തിലുള്ള ബില്ലുകളല്ല രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് അന്തിമമായി ഈ രാജ്ഭവനിൽ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ കഴിയില്ല. അക്കാര്യത്തിൽ സുപ്രീം കോടതി ഇടപെടും എന്നുള്ളത് കൊണ്ട് രാഷ്ട്രപതി ഭവനിലേക്ക് അയച്ചു. ആ രാഷ്ട്രപതി ഭവനിൽ നിന്ന് അന്തിമമായ രാഷ്ട്രീയ തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് ബാക്കിയുള്ള പങ്കെടുക്കാനാവുന്നില്ല. ചാൻസലർ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അതാ ഇപ്പോ രാഷ്ട്രപതി ഭവൻ തീരുമാനം എടുത്തു. ക്ലിയർ ആണ്, പറയട്ടെ ഡോക്ടർ. Meet the editors.